എമ്പുരാൻ സിനിമ പുറത്തിറക്കിയ ശേഷം കേരള BJP ഘടകത്തിലുണ്ടായ അസ്വാരസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സിനിമ പുറത്തിറങ്ങും വരെ സിനിമയെ വാനോളം പുകഴ്ത്തി നന്നായി പ്രചരണം കൊടുത്തിരുന്ന BJP സംഘപരിവാർ ഹാൻഡിലുകൾ സിനിമ പുറത്തിറങ്ങിയ ശേഷം അതിൽ BJP വിരുദ്ധ നിലപാടുകളുണ്ട്, ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങി സിനിമയ്ക്കെതിരെ പോലും ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നു. സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കൾക്കെതിരെ വ്യാപകമായ വിദ്വേഷ പരാമർശങ്ങൾ അടക്കമുള്ളവ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കെതിരെ പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല എന്ന ഔദ്യോഗിക നിലപാട് BJP സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഈ സിനിമ പുറത്തിറങ്ങും വരെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും അതുപോലെ മുരളി ഗോപി അടക്കമുള്ളവരെയൊക്കെ നന്നായി പുകഴ്ത്തിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ പെട്ടെന്ന് സിനിമ കണ്ട ശേഷം വ്യാപകമായ വിദ്വേഷ പരാമർശങ്ങൾ അടക്കമുള്ളവ കൊണ്ടുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. അതിൽ മോഹൻലാലിൻ്റെ കേണൽ പദവി വരെ തിരിച്ചെടുക്കണമെന്ന രൂപത്തിൽ വരെ അവരുടെ പ്രചരണം നീളുന്നുണ്ട്. എന്തൊക്കെയാണ് BJP അല്ലെങ്കിൽ ഈ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളെ അസ്വാരസ്യപ്പെടുത്തിയ ഘടകങ്ങളുള്ളത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും ഇത് രണ്ടാം പാർട്ടാണല്ലോ, ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണല്ലോ. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നോർമലി ആദ്യത്തെ പാർട്ടിൻ്റെ ഒരു സെയിം ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിലുണ്ടാകുള്ളൂ, അതുപോലെ രാഷ്ട്രീയം പറഞ്ഞ പോലെ ഉണ്ടാവുള്ളൂ എന്നായിരിക്കും ഇവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഇതൊരു പാൻ ഇന്ത്യൻ സെനാരിയോയിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ആ എവല്യൂഷന് വേണ്ടിയിട്ട് എന്താണ് അവരുപയോഗിച്ച ആയുധം, അത് ഈ ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിൻ്റെ ബോഗിക്ക് തീപിടുത്തം ഉണ്ടായതിനെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലായിട്ട് ഉപയോഗിച്ചത്, അതിനുശേഷം ഉണ്ടായ ഈ ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു വംശഹത്യാ ശ്രമത്തെ എങ്ങനെ ഉപയോഗിച്ചു, ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോയിലായിരിക്കും ഈ സിനിമ ഉണ്ടാവുക എന്നുള്ളതൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ സംഘപരിവാർ കക്ഷികളെ സംബന്ധിച്ച്, സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ച് മോഹൻലാൽ ഏറ്റവും അവരുടെ അടുപ്പമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളിലൂടെ പലകുറി ഇത്തരം ഇപ്പോൾ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുക, മോദി സർക്കാരിൻ്റെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുക, അങ്ങനെയുള്ള പല സംഗതികളും മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അറിയാവുന്നത്, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ കോവിഡ് കാലത്ത് പാത്രം കൊട്ടണം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈറസുകളൊക്കെ പോയിക്കൊള്ളുമെന്ന് ശബ്ദ സന്ദേശം ഇട്ട ആളാണ് മോഹൻലാൽ. അപ്പോൾ അത്രയും എന്താ പറയുക, സ്വന്തം ആളാണ് എന്ന് അവർ കണക്കാക്കിയ ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയിൽ ഒരിക്കലും ഇതൊന്നും പരാമർശിക്കുന്നുണ്ടാവില്ല എന്നാണ് അവർ ധരിച്ചു വശമായത്. അപ്പോൾ അത് വന്നു എന്നുള്ളത് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു നിലയ്ക്ക് ആലോചിച്ചാൽ ഒരുപാട് പ്രൊപ്പഗാൻഡ ഫിലിംസ് അവർ തന്നെ പ്രൊമോട്ട്, ഇപ്പോൾ കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, സബർമതി റിപ്പോർട്ട്, ഏറ്റവും ഒടുവിൽ ചാവ, അങ്ങനെ പല സിനിമകൾ ഇത്തരം പ്രൊപ്പഗാൻഡ ഫിലിംസായിട്ട് സംഘപരിവാർ തന്നെ ഫണ്ട് ചെയ്ത് നിർമ്മിച്ച് വിതരണം ചെയ്ത് അതിന് കോൺട്രവേഴ്സി ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ തെറ്റായ വിവരങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വലിയ തോതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതിനൊരു കൗണ്ടർ നറേറ്റീവുള്ള, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന ഒരു സിനിമ അവരുടെ പ്രതിനിധികൾ കൂടി അംഗങ്ങളായ സെൻസർ ബോർഡിൻ്റെ, അവർ നോമിനേറ്റ് ചെയ്ത ആളുകളുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടി പ്രദർശനത്തിന്, ആ സെൻസർ ബോർഡിലിരിക്കുന്ന മനുഷ്യന്മാർ പോലും ഇതൊന്നും കണ്ടില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊരു വലിയ ഷോക്കായിട്ടുണ്ട് അവർക്ക്. അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. കാരണം സിനിമയ്ക്ക് തൊട്ട് മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പുതിയതായിട്ട് വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് സിനിമ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഇട്ടു. അപ്പോഴും അവരൊക്കെ വിശ്വസിക്കുക ഒരുപക്ഷെ ഈ എന്താ പറയുക, മോഹൻലാലിൻ്റെ ഒരു അനുഭാവവും ഒക്കെ നേരത്തെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇത്തരം പ്രോജക്റ്റിൻ്റെ ഭാഗമാകില്ല എന്നൊരു പക്ഷേ അവർ വിചാരിച്ച് കാണണം. അതുപോലെ മുരളി ഗോപിയെക്കുറിച്ച് നേരത്തെ അദ്ദേഹം രചന നിർവഹിച്ച സിനിമകളുടെ ഉള്ളടക്കം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സംഘപരിവാർ ചായവുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ചായവുണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അപ്പോൾ അവിടെയും ഒരു ആശങ്ക സംഘപരിവാർ ഹാൻഡിലുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഇതിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുക. പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ആകെ പാളിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ മാർഗമില്ല. മാത്രമല്ല വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോദ്രയിലെ ട്രെയിനിലുണ്ടായ തീപിടുത്തം അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ച് എത്ര
മെറ്റിക്കുലസ് ആയിട്ടാണ് അത് ഉപയോഗിച്ചത്. ആ പൊളിറ്റിക്കൽ ക്യാപിറ്റലിൻ്റെ പുറത്ത് 23ാമത്തെ വർഷവും അധികാരത്തിൽ തുടരുകയാണ് ഒരു രണ്ട് വ്യക്തികൾ. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ വ്യക്തികളുടെ ബലത്തിലാണ് സംഘപരിവാരം അവരാദ്യമായിട്ട് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരുന്നത്. സംഘപരിവാരത്തിൻ്റെ പൊളിറ്റിക്കൽ ഫോമായ BJP. അവർക്ക് ആഗ്രഹമുള്ള സംഘപരിവാരം കുറേ കാലമായിട്ട്, അല്ലെങ്കിൽ RSS കുറേ കാലമായിട്ട് അവരുടെ ഇഷ്ടവിഷയങ്ങളായി കൊണ്ടുനടന്നിരുന്ന പല സംഗതികളും നടപ്പാക്കിയെടുക്കാൻ സാധിച്ചത് ഈ കാലത്താണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ് ഈ ഗോദ്രയിലെ ട്രെയിനിലുണ്ടായ തീപിടുത്തത്തെ വേറൊരു നറേറ്റീവ് ഉണ്ടാക്കി ചിത്രീകരിച്ച് ഒരു വർഗീയ കലാപം സൃഷ്ടിച്ച്, അതായത് അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം അഹമ്മദാബാദിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ച് ആളുകളുടെ ഇമോഷൻ വളർത്തി വലുതാക്കി ബന്ദിന് നടത്താൻ സകല സന്നാഹം ചെയ്തു കൊടുത്ത് ആക്രമണം ഉണ്ടായപ്പോൾ പോലീസിനെ പിൻവലിച്ച് നിർത്തി 2 മന്ത്രിമാരെ പോലീസ് കൺട്രോൾ റൂമിൽ നിയോഗിച്ച് ഈ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിയ ആളുകളാണ് ഈ ഇത്രയും കാലം. അതായത് ആ ക്യാപിറ്റലിൻ്റെ പുറത്താണ് ഈ 23 വർഷമായിട്ട് അധികാരത്തിൽ തുടരുന്നത്. അപ്പോൾ ഇതാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് ഒരു സിനിമ, അതും ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. നമ്മളിപ്പോൾ ഗുജറാത്ത് കലാപം പ്രമേയമായിട്ടുള്ള സിനിമ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ TV ചന്ദ്രൻ തന്നെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്, കഥാവിശേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഗുജറാത്ത് കലാപമാണ് പ്രമേയം എന്ന് പക്ഷേ പലർക്കും മനസ്സിലാവുക പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ സിനിമ പൂർണ്ണമായും സൂക്ഷ്മമായി ഇങ്ങനെ കണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ടുവേർഡ്സ് എൻഡൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെയല്ല. ഇതാ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ വിഷ്വലും ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ്. അതിൽ തന്നെ പലതും ബാബു ബജ്രംഗി എന്ന് പറയുന്ന ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകൻ ഈ എന്താ പറയുക ഇൻ ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ സ്പൈ ക്യാമിൽ പറഞ്ഞ പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഗർഭിണിയുടെ വയറ് പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ അയാൾ എന്താ പറയുക സ്പൈ ക്യാമിൽ പറഞ്ഞതാണ്. ആ വിവരങ്ങളൊക്കെ ചിത്രീകരിക്കുകയോ കാണിക്കുകയോ അല്ലെങ്കിൽ പരാമർശിക്കുകയോ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നമല്ല സംഘപരിവാറുകാർക്കുണ്ടാകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവിൽ ഇത്തരം ബോക്സ് ഓഫീസ് സിനിമകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വെറുതെ എന്താ പറയുക ഈ BJP സൃഷ്ടിക്കുന്ന ഒരു BJPക്കെതിരെ പറയുന്ന ഒരു കള്ളപ്രചാരണമാണ് ഇത്രയും കാലം എന്ന് സംഘപരിവാറുകാർ പറഞ്ഞു തന്നതിൽ അത് തന്നെ അല്ലല്ലോ എന്നൊരു തോന്നൽ ഈ സംഘപരിവാർ പ്രചരണം വിശ്വസിച്ച ആളുകളുടെ മനസ്സിൽ പോലും ഉണ്ടായിപ്പോകും. അതാണ് അവരെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവരിത് ഇത്ര ശക്തമായിട്ട് രംഗത്ത് വരുന്നത്. വീണ്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ഓരോ സിനിമയും അതുപോലെ സാഹിത്യ സൃഷ്ടികളൊക്കെ കാരണമാവുകയാണല്ലോ. സ്വാഭാവികമായി ഇത് തടയിടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് സെൻസർ ബോർഡിലാണെങ്കിലും മറ്റു ഇങ്ങനെയുള്ള ഏജൻസികളുടെ തലപ്പത്തൊക്കെ RSS നോമിനികളെ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇന്നലെ BJP സംസ്ഥാനതല കോർ കമ്മിറ്റി യോഗം ചേരുന്ന സമയത്ത് അവർ പറഞ്ഞത് RSSൻ്റെ നോമിനികൾക്ക് വീഴ്ച പറ്റിയെന്നാണ്. സെൻസർ ബോർഡിലെ RSS നോമിനികൾ പണിയെടുത്തിട്ടില്ല, അവർക്കെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്ന് പോലും പറയപ്പെടുന്നു. ഈ സെൻസർ ബോർഡ് BJPയുടെ സ്വകാര്യ സ്വത്തായി കാണുന്നതിന് എങ്ങനെയാണ്? അല്ല, അത് അവരുടെ സ്വകാര്യ സ്വത്തായിട്ടാണല്ലോ അവർ ഉപയോഗിക്കുന്നത്, അതിലൊരു തർക്കമല്ലോ. ഇപ്പോൾ വേറെ ഏതെങ്കിലും സിനിമ ഇതേപോലെ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് കണ്ട ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവും അത് വസ്തുതയുമായി യാതൊരു ബന്ധമില്ലാത്തതാണെന്ന്. അതിന് സെൻസർ ബോർഡ് അനുമതി കൊടുത്തുള്ളൂ, ഒരു പ്രയാസവും സെൻസർ ബോർഡിനുണ്ടായില്ല. കാശ്മീർ ഫയൽസ് അതിനും സെൻസർ ബോർഡ് അനുമതി കൊടുത്തു. ഇപ്പോൾ സബർമതി റിപ്പോർട്ട് ഗോദ്രയെ തന്നെ ആസ്പദമാക്കിക്കൊണ്ട് BJPയുടെ RSSൻ്റെ പ്രൊപ്പഗാൻഡ മെക്കാനിസം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ട്, ഒരു പ്രയാസമില്ല അവർക്ക്. ഇതിൽ മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം സംഘപരിവാരത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സംഗതികളെ തടയുക എന്നുള്ളത് ഉത്തരവാദിത്വം RSS അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ശരിയുമാണ്. ആ പണിയെടുക്കാനാണ് അവരവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ പണി അവരെടുത്തില്ല എന്ന് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ വിമർശനം വന്നിട്ടുണ്ട്. ആ വിമർശനം സത്യസന്ധമാണ്. എന്നുവെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, BBC ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച ആളുകളാണ് ഇവർ. അത് ചെയ്യണ്ട, അത് പ്രദർശിപ്പിക്കാൻ അനുമതി നിഷേധിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ഇതിന് സംസാരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകെയാണ് BBCയുടെ ഓഫീസിൽ ഇൻകം ടാക്സിൻ്റെയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെയോ ഏതിൻ്റെ ഏജൻസിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇൻകം ടാക്സ് ആണെന്ന് തോന്നുന്നു, റെയ്ഡ് നടന്നത്. എന്നിട്ട് നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അവർക്ക് അവരോട് നികുതിയും പിഴയും അടയ്ക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നടന്നൊരു രാജ്യത്താണ് നമ്മൾ. അപ്പോൾ സെൻസർ ബോർഡിനെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണ്, ഒരു തർക്കവും കാര്യത്തിലില്ല. അതുമാത്രമല്ലല്ലോ,
എത്രയോ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു ഈസി ടാസ്ക് മാത്രമാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാവുന്ന ആളുകളെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോ അത് നടന്നില്ല, അല്ലെങ്കിൽ അവരത് അറിയാതെ മറന്നുപോവുകയോ അല്ലെങ്കിൽ അറിയാതിരിക്കുകയോ ചെയ്തു. ആ അബദ്ധമാണ് ഇപ്പോൾ BJP കോർ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ MT രമേശ് അടക്കമുള്ളവർ ഈ ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന രൂപത്തിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖരനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ച സമയത്ത് ഏകദേശം ആ ഒരു ലൈനിലാണ് സംസാരിച്ചത്. സിനിമയെ സിനിമയായിട്ട് തന്നെ കണ്ടോളൂ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള ഇല്ല എന്ന രൂപത്തിൽ. സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്ന BJPയുടെ ഒരു വിഭാഗം ആളുകൾ അതേ സമയത്ത് തന്നെ ഈ കശ്മീർ ഫയൽസ് അടക്കമുള്ള, കേരള സ്റ്റോറി അടക്കമുള്ള, റീസെൻ്റ്ലി ചാവ അടക്കമുള്ള സിനിമകൾ ഇങ്ങനെ പ്രൊപ്പഗണ്ട സിനിമകളെക്കുറിച്ച് അതിനെ നന്നായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ എമ്പുരാൻ സിനിമ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന രൂപത്തിൽ പോലും പറയുന്നുണ്ട്. ഇങ്ങനെ പ്രൊപ്പഗണ്ട സിനിമ ആണ് എന്ന് വിമർശിക്കാനുള്ള അർഹത BJPക്ക് എത്രത്തോളം ഉണ്ട്? അല്ല, അതിലൊരു ടാക്ടിക്സ് ഉണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് MT രമേശിനെ പോലെ ഒരാൾ ഇത് സിനിമ മാത്രമായി കണ്ടാൽ മതി എന്ന് ഇപ്പോൾ പറയുന്നത്? കാരണം വെച്ചാൽ ഇതുണ്ടാക്കുന്ന കോൺട്രവേഴ്സി, ഇതിനി സംസാരിച്ച് കൂടുതൽ കോൺട്രവേഴ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ഉണ്ടാവും. ഇതേ ടെക്നിക്ക് തന്നെയാണ് അവർ കേരള സ്റ്റോറിയുടെ കാര്യത്തിലും കാശ്മീർ ഫയൽസിൻ്റെ കാര്യത്തിലും ചാവയുടെ കാര്യത്തിലും ഒക്കെ ഉപയോഗിച്ചത്. കാരണം അതിനെ കോൺട്രവേഴ്സിലാക്കുകയും അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടൻറ്റിനെ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള പണിയാണ് അവർ ആ സിനിമയുടെ കാര്യത്തിലൊക്കെ എടുത്തത്. സെയിം സംഗതിയാണ് ഇവിടെയും സംഭവിക്കുക. ഇത് അവർ കോൺട്രവേഴ്സി ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകൾ ഇതിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു, അത് ഇനിയും തുടരുകയും വീണ്ടും ഇത് വലിയ ചർച്ചാ വിഷയമാകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഈ പാർട്ട്, അതായത് ഈ ഗോദ്ര മുതൽ ഗുജറാത്ത് വംശഹത്യാ ശ്രമം വരെയുള്ള പൊളിറ്റിക്കൽ ക്യാപിറ്റലായി ഉപയോഗിക്കപ്പെട്ട സംഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം, അത് വലിയ ശ്രദ്ധയിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ് ചെയ്യുക. അത് അവരെ സംബന്ധിച്ച് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ഭയക്കണമെങ്കിൽ ഇതിൽ പറയുന്നത് വസ്തുതയാണ്, അല്ലെങ്കിൽ വസ്തുതയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ സേഫായിട്ട് സിനിമയായിട്ട് കണ്ടാൽ മതി, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് കൂടുതലൊന്നും എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ പരസ്യ വിമർശനം നിർത്തണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇതേ സിനിമയെ വേറൊരു പ്ലെയിനിൽ പ്രതിഷ്ഠിക്കാനുള്ളൊരു ശ്രമം RSS വളരെ ആസൂത്രിതമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഓർഗനൈസറിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ലേഖനം വന്നിട്ടുണ്ട്, ഇതൊരു ആൻറ്റി ഹിന്ദു സിനിമയാണ്, ഹിന്ദുക്കളെ വില്ലന്മാരായിട്ടും ക്രൂരന്മാരായിട്ടും ചിത്രീകരിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് RSSൻ്റെ ലേഖനം. അതായത് ഗോദ്ര സംഭവത്തിലോ അല്ലെങ്കിൽ ഗുജറാത്ത് വംശഹത്യാ ശ്രമത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപങ്ങളിലോ, ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ട കലാപങ്ങളിലോ ഒക്കെ ഉണ്ടായിരുന്നത് ഒന്നുകിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ, അവരാണ്, അല്ലാതെ രാജ്യത്തെ ഹിന്ദുക്കളല്ല. ഹിന്ദുക്കൾ എന്ന പൊതു ഇതിൽ പെടുന്ന ആളുകളല്ലല്ലോ, ഹിന്ദുത്വവാദികളാണ് അല്ലെങ്കിൽ ബജ്രംഗ് ദളുകാരാണ്. അപ്പോൾ അവർക്കെതിരായ സിനിമയല്ല ഇത് മൊത്തം ഹിന്ദുക്കൾക്കെതിരായ സിനിമയാണ്. ഇത് ഹിന്ദുക്കളെയാണ് എന്താ പറയുക വില്ലന്മാരായിട്ട് ഈ നറേറ്റീവ് ബിൽഡപ്പ് ചെയ്യാനുള്ള പണി RSS തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട്, വളരെ ആ ലേഖനം വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശ്രമം നടക്കുന്നതെന്ന്. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ അഭിനയിച്ച് ഇത് സംവിധാനം ചെയ്ത വ്യക്തി, ഇതിൻ്റെ മുഖ്യ വേഷം ചെയ്ത മോഹൻലാൽ, ഇങ്ങനെ പല ആളുകളുടെയും റോളുകളെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് എന്താണ് മോഹൻലാൽ നേരത്തെ ചെയ്തത്, മോഹൻലാലിൻ്റെ ഫാൻ ബേസ് ഏതാണ്, ആ ഫാൻ ബേസിനെ മോഹൻലാൽ ഇല്ലാതാക്കിയിരിക്കുന്നു, മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരനും നിലനിൽക്കുന്ന ഒരു ഫോൾസ് പ്രൊപ്പഗാൻഡയുടെ ഭാഗമാകുകയാണ്, ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കാനുള്ള പ്രൊപ്പഗാൻഡയുടെ ഭാഗമാകുകയാണ് എന്നൊക്കെ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരെ ഭയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടെ അതിനകത്തുണ്ട്. ഇനി മേലാൽ ഈ പണിക്കിറങ്ങരുത് എന്നാണ് മോഹൻലാലിനോടെങ്കിലും ഓർഗനൈസർ പറയുന്നത്. ഈ പൃഥ്വിരാജ്, മോഹൻലാൽ അടക്കമുള്ള മികച്ച വലിയ താരങ്ങൾ, അവരുടെ ഒരു ഫാൻ ബേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവരെ പിണക്കിയാൽ ഒരു പക്ഷേ അത് BJPക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത കൂടി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യമല്ലേ? അത് സാധ്യതയുണ്ട്. പക്ഷേ ആ ഫാൻ ബേസിൻ്റെ അടിസ്ഥാനത്തിലല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലോ. ഫാൻ ബേസിനെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ ആ ഫാൻ ബേസ് മാത്രമല്ലല്ലോ BJPയുടെ പ്രധാനപ്പെട്ട ഒരു ഇന്ധനം എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഇന്ധനം
തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ തന്നെയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പൊളിറ്റിക്കൽ മൂവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നമ്മുടെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്ന പോലെയാണ് ഈ ഫാൻ ബേസിനെ, ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻ ബേസിനെയൊക്കെ അവർ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ താരസാന്നിധ്യത്തെയൊക്കെ അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയെ നിർത്തി എങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചതാക്കും, ആ താരസാന്നിധ്യത്തെ ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ അജണ്ടകളുമായിട്ട് ബ്ലെൻഡ് ചെയ്ച്ച് നിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു എഡ്ജ് എടുക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് മോഹൻലാലിന് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പദ്ധതികളെ പ്രകീർത്തിക്കുന്ന മോഹൻലാലിൻ്റെ ബ്ലോഗുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ ആ ഫാൻ ബേസ് മാത്രമല്ലല്ലോ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഒരു കുറച്ച് സമയത്തേക്ക് ഒരുപക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ എന്താ പറയുക, ഈ ഫാൻ ബേസ് ഒന്ന് ഡിസസോസിയേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ടാവും ഇതുമായിട്ട്. അത്രേ ഉണ്ടാവുള്ളൂ അവരെ സംബന്ധിച്ച്. അവർ ഭയക്കുന്ന പ്രശ്നം ഇതാണ്. കാരണം ഇത് കൂടുതൽ വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം, അതായത് എന്തുകൊണ്ട് ഇവരിതിനെ എതിർക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനാണല്ലോ ഉന്നയിക്കപ്പെടുക. ഈ പറയുന്ന സിനിമയിലെ ഈ ഭാഗത്തെ എന്തുകൊണ്ട് RSSും BJPയും എതിർക്കുന്നു, ഇത് വസ്തുതയുമായി എന്തോ ബന്ധമുള്ളൊരു സംഗതി ആയതുകൊണ്ടാണല്ലോ ഇവർ എതിർക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സാമാന്യം പോലെ എല്ലാ മനുഷ്യരുടെ മനസ്സിലുണ്ടാവും. അതിനെയാണ് സത്യം പറഞ്ഞാൽ അവരെതിർക്കുന്നത്. പിന്നെ ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിൽ മോഹൻലാൽ ഇത് അറിയാതെ അഭിനയിച്ചു അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. സിനിമയുടെ പ്ലോട്ട് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ലൂസിഫർ എന്ന് പറയുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു വലിയ ഹിറ്റ്, ആ ഹിറ്റ് സിനിമ കഴിഞ്ഞതിന് ശേഷം ഇത് വരുന്നത് വരെ മോഹൻലാലിന് അത്രത്തോളം വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ മികച്ചൊരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലോട്ട് എന്ന് മാത്രമേ മോഹൻലാൽ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൽ വരുന്ന രാഷ്ട്രീയമോ അതിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊന്നും അയാളുടെ പ്രശ്നമായിട്ടുണ്ടാവില്ല. അയാൾക്ക് അയാളുടെ കരിയറിലെ ഒരു അടുത്ത ഹിറ്റ് എന്ന് മാത്രമേ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ ഇപ്പോൾ പൊളിറ്റിക്കലി ഒരു കൂട്ടം എതിർക്കുമ്പോൾ മോഹൻലാലിന് സ്വാഭാവികമായിട്ടും വേറൊരു ഭാഗത്ത് ഒരു ഫാൻ ബേസ് ഉണ്ടായി വരും. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഇതിനകത്ത് നഷ്ടമോ ലാഭമോ ഒന്നുമില്ല. BJPയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഫാൻ ബേസ് ഇല്ലാതാവുന്നതെന്നോ അങ്ങനെയുള്ള പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലമാണ്. കാരണം ഇത് അവരുടെ 10-22 കൊല്ലമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പുറത്താണ് അവരിത് മുഴുവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിന്മേലാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ആദ്യമായിട്ട്. അതും ഒരു ബോക്സ് ഓഫീസ് സ്ക്രീനിൽ. മറ്റ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നു കാണും, അന്വേഷണ റിപ്പോർട്ടുകൾ വന്നു കാണും, വസ്തുതാന്വേഷണ റിപ്പോർട്ടുകൾ വന്നു കാണും, ഇതൊക്കെ വന്നു കാണും. പക്ഷേ ഇതൊക്കെ എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടാകും? പത്ര റിപ്പോർട്ടുകൾ വന്നു, ഇതൊക്കെ ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു ബോക്സ് ഓഫീസാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് ഈ സിനിമയുടെ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു ഭാഗത്തെ കട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇനി ഈ സെൻസർ ബോർഡിലുള്ള ആളുകളെ കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അപ്പുറത്തുനിന്ന് തുടങ്ങി. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൃഥ്വിരാജ് മുംബൈയിൽ ആഡംബര ഫ്ലാറ്റ് വാങ്ങിയത് അതിന് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുകളുണ്ടോ എന്ന് അന്വേഷിക്കണം തുടങ്ങിയ വാദങ്ങൾ വരെ ഒരു ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങുന്നു. മോഹൻലാലിൻ്റെ കേണൽ പദവി തിരിച്ചെടുക്കണം, ഭാരതസേനയ്ക്ക് പറ്റിയ ആളല്ല, അങ്ങനെയും ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ സാഹിത്യ സൃഷ്ടികളെ അല്ലെങ്കിൽ സിനിമ പോലുള്ള കലാരൂപങ്ങളെയൊക്കെ അതിലൂടെയൊക്കെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഗൗരി ലങ്കേഷ് അടക്കമുള്ള, ഗോവിന്ദ് ബൻസാരെ അടക്കമുള്ള, കൽബുർഗി അടക്കമുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് താനും. അപ്പോൾ ഇപ്പോൾ അന്നത്തെ പോലെയല്ല, ഭരണം കയ്യിലുണ്ട്, കേന്ദ്ര ഏജൻസികളുടെ നിയന്ത്രണം കയ്യിലുണ്ട്. തുടർന്ന് എന്തെങ്കിലും ഇതുപോലുള്ള നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കണം. അത് നമ്മൾ ഈ ചരിത്രം നമ്മൾ ഒന്ന് ഓർത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഗൗരി ലങ്കേഷ് അങ്ങനെയുള്ള പേരുകളിലേക്കൊന്നും, കൽബുർഗി, ഗോവിന്ദ് ബൻസാര അത്തരം പേരുകളിലേക്കൊന്നും നമ്മൾ പോകണ്ട. തൊട്ടപ്പുറത്ത് വിജയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. വിജയുടെ സിനിമകളിൽ ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ എലിമെൻറ്റുകളെ വിമർശിച്ചതിൻ്റെ തൊട്ട് പുറകെയാണ് വിജയുടെ ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത്. ഒക്കെ വലിയ കോൺട്രവേഴ്സി ആയിരുന്നു ആ സമയത്തത്. വിജയുടെ യഥാർത്ഥ പേരിതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളുമായിട്ട് ആളുകൾ രംഗത്ത് വന്നതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. BJPക്കാരും RSSകാരും ഒക്കെ രംഗത്ത് വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തൊട്ട് മുമ്പ് കുനാൽ കമറയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. കുനാൽ കമറയ്ക്ക് എങ്ങനെയാണ്, അയാൾക്കെതിരെ എങ്ങനെയാണ് കേസ് വന്നത്? സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, ആരെയാണ് വിമർശിച്ചത്? എന്താണ് ആ വിമർശനം നടന്ന ആ പെർഫോമൻസ് നടന്ന തിയേറ്റർ കോംപ്ലക്സിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതവിടെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇന്ന് പോലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. രാജ്യസഭാ അംഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ അദ്ദേഹം ഒരു കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വർഗീയ വിദ്വേഷം വളർത്താൻ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് കേസെടുത്തത് ക്വാഷ് ചെയ്തുകൊണ്ടിന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്, അത് ഭരണഘടന അനുവദിക്കുന്നതാണ്. അത് ഇത്രയും കാലമായിട്ട് 10-75 കൊല്ലമായി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് സുപ്രീം കോടതി ഇന്ന് ചോദിക്കുന്നുണ്ട്. അതവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതവിടെ കിടക്കെ തന്നെ ഇതെങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ BJPക്ക്
RSSന് ഇപ്പോൾ നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു സ്കീമുണ്ട്. അത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻകം ടാക്സിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങുന്നത് ഓരോടത്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പലകുറി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതിന് പറ്റിയ മെറ്റീരിയലാണ് ഇപ്പോൾ ടാർഗറ്റായിരിക്കുന്നത്. ഇപ്പോൾ സാലിം തന്നെ പറഞ്ഞില്ലേ, പൃഥ്വിരാജ് സുകുമാരൻ മുംബൈയിൽ ഫ്ലാറ്റ് വാങ്ങി, ഇതിന് സ്വത്ത് എവിടെ എന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്വത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ പരാതികൾ ഇതിനകം തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവാം, മോഹൻലാലിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവാം, ഇതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ എതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എവിടേക്ക് ആയിരിക്കും സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്നത്. പക്ഷേ സ്ട്രൈക്ക് ചെയ്യപ്പെടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. പൃഥ്വിരാജ് സുകുമാരൻ്റെ, മുരളി ഗോപിയുടെ വീടുകളിലും ഓഫീസുകളിലും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലും ഒക്കെ ഒരേ സമയം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നു എന്നൊരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസായിട്ട് അധികം വൈകാതെ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതിൻ്റെ തൊട്ട് പുറകെ ഇൻകം ടാക്സിന് പുറമെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിപ്പോൾ ഞാൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അത് ബാക്കി ആരുടെയൊക്കെ കാര്യത്തിൽ വരും എന്നുള്ളത് കണ്ടറിയണം. മോഹൻലാലിനെ ഒരു പക്ഷേ അവർ മാറ്റി നിർത്തിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു നെറേറ്റീവ് വരുമ്പോഴേക്ക് ഭയപ്പെട്ട് വിദ്വേഷ പരാമർശങ്ങളടക്കം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവം ഗോത്ര വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകളിലേക്കും പഠനങ്ങളിലേക്കും വീണ്ടും അതൊന്നുകൂടി അന്വേഷിച്ച് കൃത്യമായ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുള്ളൊരവസരമായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു വിഭാഗം ഭയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ റിയാക്ഷൻ EDയുടെയോ ഇൻകം ടാക്സ് റെയ്ഡിൻ്റെയോ രൂപത്തിൽ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.